ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 5ാം ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ യൂണിറ്റിലെ റെയിൻ ഇൻ സമ്മർ എന്ന പോയത്തിൻ്റെ ഒരു എക്സ്പ്ലനേഷനും അതുപോലെ തന്നെ അതിൽ വരുന്ന ആക്ടിവിറ്റീസുമാണ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ ആരംഭിക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ആവശ്യമുള്ളവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ ഈ ഒരു പോയം നമുക്ക് ആദ്യം ഒന്ന് വായിച്ചു നോക്കാം. റെയിൻ ഇൻ സമ്മർ, വേനൽക്കാലത്തെ മഴയെക്കുറിച്ചാണ് ഈ ഒരു കവിതയിൽ പറഞ്ഞിട്ടുള്ളത്. ഹൗ ബ്യൂട്ടിഫുൾ ഈസ് ദ റെയിൻ ആഫ്റ്റർ ദ ഡസ്റ്റ് ആൻഡ് ഹീറ്റ് ഇൻ ദ ബ്രോഡ് ആൻഡ് ഫയറി സ്ട്രീറ്റ് ഇൻ ദ നാരോ ലെയിൻ. ഹൗ ബ്യൂട്ടിഫുൾ ഈസ് ദ റെയിൻ, ഹൗ ഇറ്റ് ക്ലാറ്റേഴ്സ് അലോങ് ദ റൂഫ്സ് like the tramp of hoofs, how it gushes and struggles out from the throat of the overflowing spout. Across the window pane it pours and pours, and swift and wide with a muddy tide, like a river down the gutter, the rain, the welcome rain. പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് വരുന്ന ഒരു മഴയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. വേനൽക്കാലത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ആദ്യമായി പെയ്യുന്ന മഴയെക്കുറിച്ചാണ് ഇവിടെ ഈ കവിതയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിലെ ചില ന്യൂ വേർഡ്സ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം. Clatters makes a continuous rattling sound typically caused by hard objects striking each other. ഒരു ശബ്ദമുണ്ടാക്കുക, തുടർച്ചയായ ശബ്ദമുണ്ടാക്കുക എന്നുള്ള അർത്ഥമാണ്. Tramp, the heavy steady sound of feet walking. നടക്കുന്ന ശബ്ദത്തിനാണ് tramp എന്ന് പറയുന്നത്. Often associated with the noise of marching or hoofbeats. Hoofs, the hard, tough covering on the feet of animals such as horses. കുതിരയുടെയൊക്കെ കാലിൻ്റെ അടിയിലുള്ള ആ ഭാഗത്തിനെയാണ് ഹൂഫ്സ് എന്ന് പറയുന്നത്, കുളമ്പ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഗഷസ്, ഫ്ലോസ് ഔട്ട് ഇൻ എ റാപ്പിഡ് ആൻഡ് പ്ലെൻറ്റിഫുൾ സ്ട്രീം, ഒഴുകുക എന്നുള്ള അർത്ഥം. സ്ട്രഗിൾസ്, മേക്സ് ഫോഴ്സ്ഫുൾ ഓർ വയലൻറ്റ് എഫേർട്സ് ടു ഗെറ്റ് ഫ്രീ ഓഫ് റിസ്ട്രെയിൻഡ് ഓർ കൺസ്ട്രിക്ഷൻ. അതായത് ഒരു തടവിൽ നിന്ന് പുറത്ത് ചാടുക അല്ലെങ്കിൽ പരിശ്രമിക്കുക, ശ്രമിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഇനി നമുക്ക് ഈ പോയത്തിൻ്റെ അർത്ഥം ഒന്ന് നോക്കാം. ദ പോയം മാർവൽസ് അറ്റ് ദ ബ്യൂട്ടി ഓഫ് റെയിൻ, എസ്പെഷ്യലി ആഫ്റ്റർ എ പീരീഡ് ഓഫ് ഡസ്റ്റ് ആൻഡ് ഹീറ്റ്. അപ്പോൾ ഈ പൊടിയുടെയും അതുപോലെ ചൂടിൻ്റെയും കാലമായ ഈ ഒരു സമ്മർ സീസൺ, അതിന് ഒരു അവസാനമായി കൊണ്ട് ഒരു പെയ്യുന്ന ഒരു മഴയുടെ ഭംഗിയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹൈലൈറ്റിംഗ് ഇറ്റ്സ് റിഫ്രഷിംഗ് നേച്ചർ, അതായത് നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിനെയൊക്കെ റിഫ്രഷ് ചെയ്യുന്ന ആ ഒരു ആദ്യ മഴയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് കോൺട്രാസ്റ്റ് ദ ബ്രോഡ് സൺ സ്കോർച്ച്ഡ് സ്ട്രീറ്റ്സ് വിത്ത് നാരോ ലെയിൻസ്. അപ്പോൾ അവിടെ ഒരു കോൺട്രാസ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് സൂര്യൻ്റെ പ്രകാശം അല്ലെങ്കിൽ ചൂട് കൊണ്ട് ആകെ ഉരുകി കിടക്കുന്ന ഈ പ്രദേശങ്ങളിലൊക്കെ, അത് വലിയ സ്ട്രീറ്റുകളായാലും ചെറിയ ഇടുങ്ങിയ സ്ഥലങ്ങളായാലും അവിടെയൊക്കെ ഈ മഴയുടെ ഒരു എഫക്റ്റിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എംഫസൈസിങ് ദാറ്റ് റെയിൻ ബ്രിങ്സ് റിലീഫ് ടു ഓൾ ഏരിയാസ്. അപ്പോൾ വലിയ സ്ട്രീറ്റുകൾക്കും ചെറിയ ഇടുങ്ങിയ വഴികൾക്കും ഒക്കെ ആശ്വാസം നൽകിക്കൊണ്ടാണ് ഈ ഒരു മഴ പെയ്യുന്നത്. ദ റെപ്പറ്റീഷൻ ഓഫ് ദ എക്സ്ക്ലമേഷൻ ഹൗ ബ്യൂട്ടിഫുൾ ഈസ് ദ റെയിൻ. അപ്പോൾ അവിടെ ഒരു എക്സ്ക്ലമേറ്റർ, ഒരു ആശ്ചര്യ ചിഹ്നമൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ലൈനുണ്ട്, അത് ആവർത്തിച്ച് വരുന്നുണ്ട്. അത് മഴയുടെ ഭംഗിയെക്കുറിച്ചാണ് പറയുന്നത്. അണ്ടർസ്കോർസ് ദ സ്പീക്കേഴ്സ് അഡ്മിറേഷൻ. അപ്പോൾ ഈ സ്പീക്കർ അല്ലെങ്കിൽ ഈ പോയറ്റ് പറയുകയാണ് ഈ മഴ എന്ത് മനോഹരമാണെന്ന്. ദ വിവിഡ് ഇമേജറി ഓഫ് റെയിൻ ക്ലാറ്ററിങ് ഓൺ ദ റൂഫ്സ് ലൈക്ക് ഹൂഫ് ബീറ്റ്സ്. അപ്പോൾ ഈ മഴ പെയ്യുന്ന ഈ ഒരു ശബ്ദം, അത് റൂഫ്, അതായത് വീടുകളുടെയൊക്കെ മുകൾ ഭാഗത്ത് ഈ മഴ പെയ്യുമ്പോഴുണ്ടാകുന്ന ശബ്ദത്തെ ഇവിടെ കുതിരയുടെയൊക്കെ കൊളമ്പടി ശബ്ദത്തോട് താരതമ്യം ചെയ്തിരിക്കുകയാണ്. അതുപോലെ ഇത് മഴയായി പെയ്ത് അത് താഴെ എത്തി ഒഴുകി പോകുന്നത് ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. ഗഷിംഗ് ഫ്രം ഓവർഫ്ലോയിങ് സ്പൗട്ട്സ് personifies the rain, giving it a lively and energetic character. The celebration of rain portrays it as rejuvenating force, transforming the environment with its arrival. അതായത് പരിസ്ഥിതിയിൽ ആകെ മാറ്റി മറിക്കുന്നുണ്ട് ഈ ഒരു മഴ. നേരത്തെ ഉണ്ടായിരുന്ന ചൂടിനൊക്കെ ഒരു അവസാനം വരുന്നു, എല്ലാം പുതുതായി മാറുന്നു ഈ ഒരു മഴയോടുകൂടി. ഇതൊക്കെയാണ് ഈ ഒരു പോയത്തിൽ പറയുന്നത്.
ഇനി നമുക്ക് ഈ പോയത്തിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. വെൻ ഡസ് ദ റെയിൻ ലുക്ക് ബ്യൂട്ടിഫുൾ? ഹൗ ഡസ് ദ റെയിൻ അഫക്ട് ദ പീപ്പിൾ ആൻഡ് പ്ലേസസ്? Write some changes that you have seen after heavy rain. What are the things you would like to do on a rainy day? Pick out the lines that tell about the sound of rain. Pick out the rhyming words from the poem. ഇങ്ങനെ 6 ചോദ്യങ്ങളാണ് ഈ പോയത്തിൻ്റെ താഴെയായിട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഓരോന്നും നോക്കാം. വെൻ ഡസ് ദ റെയിൻ ലുക്ക് ബ്യൂട്ടിഫുൾ? എപ്പോഴാണ് മഴ കൂടുതൽ ഭംഗിയുള്ളതായിട്ട് നമുക്ക് തോന്നുന്നത്? ദ റെയിൻ ലുക്സ് ബ്യൂട്ടിഫുൾ ആഫ്റ്റർ ദ ഹോട്ട് ആൻഡ് ഡസ്റ്റി വെതർ. ഇപ്പോൾ ചൂട് കാലാവസ്ഥ, അതിന് ശേഷം പെയ്യുന്ന ഈ മഴ ആണ് ഏറ്റവും ഭംഗിയുള്ളത്. ഇൻ ദ വൈഡ് ആൻഡ് ഹോട്ട് സ്ട്രീറ്റ്സ്, അപ്പോൾ എല്ലാം ചൂടടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഈ പ്രദേശങ്ങളിലെല്ലാം ഈ മഴ പെയ്യുമ്പോൾ അതൊരു വലിയ ഭംഗിയാണ്, അത് കാണാൻ നല്ല ഭംഗിയാണെന്ന് പറയുകയാണ്. ഇൻ ദ വൈഡ് ആൻഡ് ഹോട്ട് സ്ട്രീറ്റ്സ് ആൻഡ് ഇൻ ദ സ്മോൾ ലെയിൻസ്, ചെറിയ സ്ഥലങ്ങളിലും അതുപോലെ വലിയ സ്ട്രീറ്റുകളിലുമൊക്കെ ഈ മഴ പെയ്യുന്നത് കാണാൻ ഈ ചൂടുകാലത്തിൻ്റെ അവസാനത്ത് അല്ലെങ്കിൽ മഴക്കാലത്തിൻ്റെ ആരംഭത്തിൽ കാണുന്ന ഈ ഒരു മഴ കാണുമ്പോൾ നല്ല ഭംഗിയാണ്. ഹൗ ഡസ് ദ റെയിൻ അഫക്ട് പീപ്പിൾ ആൻഡ് പ്ലേസസ്? ആളുകളെയും സ്ഥലങ്ങളെയും മഴ എങ്ങനെയാണ് ബാധിക്കുന്നത്? ദ റെയിൻ കൂൾസ് എവറിത്തിങ് ഡൗൺ, എല്ലാം തണുപ്പിക്കുന്നു. വാഷസ് അവേ ദ ഡസ്റ്റ്, പൊടിയെല്ലാം കഴുകി കളയുന്നു. മേക്സ് എവറിത്തിങ് ലുക്ക് ഫ്രഷ്, എല്ലാം നമുക്ക് പുതിയതായിട്ട് അനുഭവപ്പെടുന്നു. ഇറ്റ് മേക്സ് നോയ്സ് ഓൺ ദ റൂഫ്, അല്ലേ, വീടിൻ്റെ മേലെയൊക്കെ ഇത് ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നു. അതുപോലെ ഇത് ഒഴുകുന്നു, മഴ ചെറിയ വെള്ളം ആയിട്ടിങ്ങനെ അത് താഴേക്ക് ഒഴുകുന്നു. അവിടെ നിന്ന് അത് വലിയ ചാലുകളായിട്ട് ഒഴുകുന്നു. ഗഷസ് ഔട്ട് സ്പൗട്ട്സ് ആൻഡ് ഫ്ലോസ് ഡൗൺ ദ ഗട്ടേഴ്സ് ലൈക്ക് എ റിവർ, ഒരു നദി പോലെ അത് ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ബ്രിങ്ങിങ് റിലീഫ് ടു പീപ്പിൾ ആൻഡ് പ്ലേസ്, അപ്പോൾ ആളുകൾക്കൊക്കെ ഒരു റിലാക്സേഷനാണ്, ഒരു റിലീഫാണ് ഈ മഴ എന്ന് പറയുന്നത്. റൈറ്റ് സം ചേഞ്ചസ് ദാറ്റ് യു ഹാവ് സീൻ ആഫ്റ്റർ ഹെവി റെയിൻ. നല്ലൊരു മഴ പെയ്തതിന് ശേഷം നമ്മൾ സാധാരണ കാണാറുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ദ എയർ ഫീൽസ് കൂളർ ആൻഡ് ഫ്രഷർ, അല്ലെ, വായു തണുക്കുന്നു, അതുപോലെ ഫ്രഷ് ആവുന്നു. ദ സ്ട്രീറ്റ്സ് ആൻഡ് സൈഡ് വാക്സ് ആർ വെറ്റ്, എല്ലാം സ്ട്രീറ്റ് അതുപോലെ നടന്നു പോകുന്ന റോഡിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ നനഞ്ഞിരിക്കുന്നു. പഡിൽസ് ഫോം ഓൺ ഗ്രൗണ്ട്സ്, ചെറിയ ചെളിക്കുഴികളൊക്കെ ഉണ്ടാകുന്നു. പ്ലാന്റ്സ് ആൻഡ് ട്രീസ് ലുക്ക് ഗ്രീനർ, മരങ്ങളും ചെടികളും ഒക്കെ കുറച്ചുകൂടി പച്ച നിറം കൂടുതലായിട്ട് നമുക്ക് തോന്നുന്നു. അതിലെ അഴുക്കുകളൊക്കെ കഴുകി ഒഴുകിപ്പോയതുകൊണ്ട്. സംടൈംസ് ദെയർ ആർ റെയിൻബോസ് ഇൻ ദ സ്കൈ, ചിലപ്പോഴൊക്കെ നമുക്ക് മഴവില്ലും കാണാൻ കഴിയും. വാട്ട് ആർ ദ തിങ്സ് യു വുഡ് ലൈക്ക് ടു ഡു ഓൺ എ റെയിനി ഡേ? ഒരു മഴ പെയ്യുന്ന ദിവസം നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്ലേ ഇൻ ദ റെയിൻ വിത്ത് ഫ്രണ്ട്സ്, കുട്ടികളുടെ കൂടെ മഴയത്ത് കളിക്കുക. സ്പ്ലാഷ് ഇൻ പഡിൽസ്, അതുപോലെ വെള്ളം തെറിപ്പിക്കുക. സ്റ്റേ ഇൻഡോർസ് ആൻഡ് റീഡ് എ ബുക്ക്, ചിലപ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിലിരുന്ന് ആ സമയം എന്തെങ്കിലും ചെയ്യും, പുറത്തേക്ക് ഇറങ്ങില്ല, വീടിനുള്ളിലിരിക്കുന്നു, പുസ്തകം വായിക്കുന്നു. ഡ്രിങ്ക് ഹോട്ട് ചോക്ലേറ്റ് ഓർ ടീ, വാച്ച് മൂവീസ് ഓർ പ്ലേ ഗെയിംസ് ഒക്കെ നമുക്ക് എഴുതാം. പിക്ക് ഔട്ട് ദ ലൈൻസ് ദാറ്റ് ടെൽ അബൌട്ട് ദ സൗണ്ട് ഓഫ് ദ റെയിൻ. അപ്പോൾ മഴയുടെ ശബ്ദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വരികൾ എടുത്തെഴുതാൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ആ വരികൾ. ഹൗ ഇറ്റ് ക്ലാറ്റേഴ്സ് അലോങ് ദ റൂഫ്സ് ലൈക്ക് ട്രാമ്പ് ഓഫ് ഹൂപ്സ്, ഇപ്പോൾ കുതിരകളുടെ കൂട്ടം വരുന്നത് പോലെ ഉള്ള ഒരു ശബ്ദത്തോടെ ഈ മഴ പെയ്യുന്നു. ഹൗ ഇറ്റ് ഗഷസ് ആൻഡ് സ്ട്രഗിൾസ് ഔട്ട് ഫ്രം ദ ത്രോട്ട് ഓഫ് ദ ഓവർഫ്ലോയിങ് സ്പൗട്ട്, അപ്പോൾ ഇത് ചാലുകളായിട്ട് ഒഴുകുന്നു. ലൈക്ക് എ റിവർ ഡൗൺ ദ ഗട്ടർ റോർസ് ദ റെയിൻ, അപ്പോൾ ഈ ചെളിക്കുഴികളിലൂടെയൊക്കെ ഒരു നദിയായിട്ട് ഇത് ഒഴുകുന്നു. അപ്പോൾ ഈ വരികളൊക്കെ നമുക്ക് ഉദാഹരണങ്ങളായിട്ട് എഴുതാം. ഇനി ഈ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന റൈമിംഗ് വേർഡ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ധാരാളം റൈമിംഗ് വേർഡ്സ് ഉണ്ട്, കുറച്ചെണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹീറ്റ് സ്ട്രീറ്റ്, ലെയിൻ റെയിൻ, roofs hoofs, out spout, pain rain, wide tide, roars force, ഒക്കെ റൈമിംഗ് വേർഡ്സ് ആണ്. ഇനി നമുക്കിതിലെ ആക്ടിവിറ്റീസ് നോക്കാം. ഒന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് യു മൈറ്റ് ഹാവ് എക്സ്പീരിയൻസ് ദ റെയിൻ ഇൻ ഡിഫറെൻറ്റ് വേയ്സ്, റൈറ്റ് യുവർ എക്സ്പീരിയൻസ് ബിലോ. അപ്പോൾ നിങ്ങൾ മഴ ആസ്വദിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ അനുഭവം എന്താണ്? അതിനെക്കുറിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ചെറിയ പാരഗ്രാഫ് അതിനെപ്പറ്റി എഴുതാം ഈ ഒരു ആക്ടിവിറ്റിയിൽ. My experience with the rain. One day it started raining just as I got home from school. ഞാൻ ഒരു ദിവസം സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് മഴ പെട്ടെന്ന് പെയ്യുന്നു. The sky turned dark and big raindrops began to fall. മഴ വലിയ തുള്ളികളായിട്ട് പെയ്യാൻ തുടങ്ങുന്നു. I watched the rain from my window and it made a nice sound as it hit the roof and the ground. അപ്പോൾ ഇത് വീടിൻ്റെയൊക്കെ മേൽക്കൂരയിൽ
അല്ലെങ്കിൽ മേൽഭാഗത്ത് ഈ മഴത്തുള്ളികൾ വന്ന് പതിക്കുമ്പോൾ ഒരു പ്രത്യേക ശബ്ദമൊക്കെ ഉണ്ടാകുന്നു. എവറിഥിങ് ഔട്ട്സൈഡ് ലുക്ക് സോ ഫ്രഷ് ആൻഡ് ക്ലീൻ. എല്ലാം നല്ല ഭംഗിയായിട്ട് കഴുകി ചെളിയൊക്കെ കഴുകി വൃത്തിയായി നിൽക്കുന്നു. ദ പ്ലാന്റ്സ് ആൻഡ് ട്രീസ് സീം ടു കം അലൈവ്. ഇപ്പോൾ ചെടികളും മരങ്ങളും ഒക്കെ ജീവൻ വെച്ച് വരുന്ന പോലെ തോന്നുന്നു. ആൻഡ് ഐ സോ ലിറ്റിൽ പഡിൽസ് ഫോമിങ് ഓൺ ദ റോഡ്. റോഡിലൊക്കെ ചെറിയ ചെറിയ ചെളിക്കുഴികളൊക്കെ ഉണ്ടാകുന്നു. ആഫ്റ്റർ വൈൽ ഐ കുഡിൻ വെയിറ്റ് എനി ലോങ്. പിന്നെ എനിക്ക് കാത്തു നിൽക്കാനേ തോന്നിയില്ല. ഞാൻ എൻ്റെ റെയിൻകോട്ട് എടുത്തിട്ടു. ഐ പുട്ട് ഓൺ മൈ റെയിൻകോട്ട് ആൻഡ് ബൂട്ട്സ് ആൻഡ് റാൻ ഔട്ട്സൈഡ് ടു പ്ലേ. മഴയത്ത് കളിക്കാനായിട്ട് ഞാൻ റെയിൻകോട്ടൊക്കെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങി. ദ റെയിൻ ഫെൽറ്റ് കൂൾ ആൻഡ് റിഫ്രഷിങ് ഓൺ മൈ ഫേസ്. അപ്പോൾ എനിക്ക് വളരെ റിഫ്രഷിംഗ് ആയിട്ട് തോന്നി ഈ മഴത്തുള്ളികൾ മുഖത്തൊക്കെ വീണപ്പോൾ. ഐ സ്പ്ലാഷ്ഡ് ഇൻ ദ പഡിൽസ് ആൻഡ് ലാഫ്റ്റ് വിത്ത് ജോയ്. അപ്പോൾ ഞാൻ ചെളിയൊക്കെ ഇങ്ങനെ തെറിപ്പിച്ച്, വെള്ളമൊക്കെ തെറിപ്പിച്ച് ഞാനത് എൻജോയ് ചെയ്തു. മൈ ഫ്രണ്ട്സ് ജോയിൻ മീ. എൻ്റെ ഫ്രണ്ട്സും എൻ്റെ കൂടെ വന്നു. ആൻഡ് വി പ്ലേഡ് ഗെയിംസ് ആൻഡ് ഹാഡ് സോ മച്ച് ഫൺ. അപ്പോൾ ഞങ്ങൾ ഒരുപാട് അത് എൻജോയ് ചെയ്തു എന്നൊക്കെ പറയുകയാണ്. ഇനി ലേറ്റർ വെൻ ദ റെയിൻ സ്റ്റോപ്ഡ് എ ബ്യൂട്ടിഫുൾ റെയിൻബോ അപ്പിയർഡ് ഇൻ ദി സ്കൈ. മഴ കഴിഞ്ഞപ്പോൾ പിന്നെ നോക്കിയപ്പോൾ ആകാശത്ത് മനോഹരമായ ഒരു മഴവില്ല് കാണുന്നു. ഇറ്റ് വാസ് സോ കളർഫുൾ ആൻഡ് മാജിക്കൽ. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. ദ എയർ ഫെൽ ഫ്രഷ് ആൻഡ് ക്ലീൻ ആൻഡ് എവറിത്തിങ് ലുക്ക്ഡ് ബ്രൈറ്റ്. എല്ലാം നല്ല മനോഹരമായി കാണുന്നു. ഐ വെൻറ്റ് ബാക്ക് ഇൻസൈഡ് ചേഞ്ച്ഡ് ഇൻ ടു ഡ്രൈ ക്ലോത്ത്സ്. അപ്പോൾ വീട്ടിനുള്ളിൽ പോയി ഒരു കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി. ആൻഡ് ഹാഡ് എ വാം കപ്പ് ഓഫ് ഹോട്ട് ചോക്ലേറ്റ്. കുറച്ച് ചായയൊക്കെ കുടിച്ചു, അല്ല ചോക്ലേറ്റ് ചായയൊക്കെ കുടിച്ചു. ഇറ്റ് വാസ് എ വണ്ടർഫുൾ റെയിനി ഡേ ദാറ്റ് ഐ വിൽ ഓൾവേസ് റിമെമ്പർ. ഞാൻ എല്ലാ കാലത്തും ഓർക്കുന്ന ഒരു അനുഭവമായിരുന്നു അത്. ഇനി വേറൊരു ആക്ടിവിറ്റി നോക്കാം. രണ്ടാമത്തെ ആക്ടിവിറ്റി റിഡിൽ റൗണ്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് കടങ്കഥകളൊക്കെ പറയുകയാണ്. അപ്പോൾ ഈ കഥകൾ നമ്മൾ അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കണം. അതുപോലെ പുതുതായിട്ട് 2 കടങ്കഥ നമ്മൾ എഴുതുകയും വേണം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ നോക്കാം. ഐ കം ഫ്രം ദ സ്കൈ. ഞാൻ ആകാശത്തു നിന്ന് വരുന്നു. ബട്ട് ഐ എം നോട്ട് എ ബേർഡ്. പക്ഷെ ഞാനൊരു പക്ഷിയല്ല. ഐ ക്യാൻ മേക്ക് യു വെറ്റ് ബട്ട് ഐ എം നോട്ട് എ പൂൾ. എനിക്ക് നിങ്ങളെ നനയ്ക്കാൻ കഴിയും, പക്ഷെ ഞാനൊരു പൂളല്ല. ഐ കം ഇൻ ഡ്രോപ്സ്. ഞാൻ തുള്ളികളായിട്ട് താഴേക്ക് വരുന്നു. ബട്ട് ഐ എം നോട്ട് ടിയർ ഡ്രോപ്സ്. പക്ഷെ ഞാൻ കണ്ണുനീരല്ല. ഞാൻ ആരാണ്? വാട്ട് ആം ഐ? അപ്പോൾ അതാണ് ഒരു കടങ്കഥ. രണ്ടാമത്തെ കടങ്കഥ എന്ന് പറയുന്നത് യു ഓപ്പൺ മീ വെൻ ദ ക്ലൗഡ്സ് പോർ ഡൗൺ. അപ്പോൾ മഴ പെയ്യുന്ന സമയത്ത് എന്നെ നിങ്ങൾ തുറക്കുന്നു. യു ഫോൾഡ് മീ. എന്നെ മടക്കി വെക്കുന്നു. വെൻ ദ റെയിൻ സ്റ്റോപ്സ്. മഴ നിൽക്കുമ്പോൾ എന്നെ മടക്കി വെക്കുന്നു. വാട്ട് ആം ഐ? ഇപ്പോൾ നമുക്കറിയാം ഇത് രണ്ടിൻ്റെയും ആൻസർ നമുക്കറിയാം. ഒന്നാമത്തത് എന്താണ്? ആകാശത്തു നിന്ന് വരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞത് അത് മഴയാണ്. രണ്ടാമത്തത് കുടയാണ്, അംബ്രല്ല. അപ്പോൾ നമുക്ക് ഈ റിഡിൽസ് വായിച്ച് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടും. ഇനി പുതുതായിട്ട് 2 കൂടി നമ്മൾ എഴുതുകയാണ്. ഒന്നാമത്തെ റിഡിൽ. ഐ ഷൈൻ ബ്രൈറ്റ്ലി ഇൻ ദ സ്കൈ ബട്ട് ഐ എം നോട്ട് ദ മൂൺ ഓർ ദ സ്റ്റാർസ്. ഐ മേക്ക് ദ ഡേ ലൈറ്റർ ആൻഡ് ഐ എം വെരി ഫാർ. ഞാൻ ഒരുപാട് ദൂരെയാണ്. ഞാൻ വെളിച്ചം നൽകുന്നു. അതുപോലെ ഞാൻ ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്നു. ഞാൻ ചന്ദ്രനോ നക്ഷത്രങ്ങളോ അല്ല. അപ്പോൾ ആരാണ്? ദ സൺ, സൂര്യനാണ്. ഇനി വേറൊരു കടങ്കഥ നോക്കാം. ഐ ഹാവ് കീസ് ബട്ട് നോ ലോക്സ്. എൻ്റെ അടുത്ത് കീസ് ഉണ്ട്, പക്ഷെ ലോക്കില്ല. ഐ ഹാവ് എ സ്പേസ് ബട്ട് നോ റൂം. സ്പേസ് ഉണ്ട്, പക്ഷെ റൂമില്ല. യു ക്യാൻ എൻറ്റർ. ഇതിൽ നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ കഴിയും, ബട്ട് യു കനോട്ട് ഗോ ഔട്ട്. ഞാൻ ആരാണ്? അപ്പോൾ അതിൻ്റെ ആൻസർ കീബോർഡ് എന്നാണ്. ഇനി അടുത്തൊരു ആക്ടിവിറ്റി നോക്കാം. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ആൻഡ് നോട്ട് ദ വേർഡ്സ് അണ്ടർ ഈച്ച് പിക്ചർ. മാച്ച് ദ വേർഡ്സ് വിത്ത് ദർ മീനിങ്സ് ആൻഡ് റൈറ്റ് ദം ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. അപ്പോൾ ഇവിടെ ചില ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. 6 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ ചിത്രങ്ങൾക്ക് ചേരുന്ന വാക്കുകൾ നമ്മൾ എഴുതിയത് കറക്റ്റായിട്ട് മാച്ച് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തേത് ഡ്രിസിൽ എന്ന് പറയുന്നുണ്ട്. ഡ്രിസിൽ എന്ന് പറഞ്ഞാൽ ചെറിയ ചാറ്റൽ മഴ എന്നാണ് അർത്ഥം. ഷവേഴ്സ് എന്ന് വെച്ചാൽ മഴയാണ്. ഡൗൺപോർ എന്ന് വെച്ചാൽ ശക്തമായ മഴയാണ്. റെയിൻ സ്റ്റോം എന്ന് വെച്ചാൽ മഴയും കാറ്റും കൂടി വരുന്നതാണ്. സൺ ഷവർ എന്ന് വെച്ചാൽ നല്ല സൂര്യപ്രകാശമൊക്കെ ഉള്ളപ്പോൾ തന്നെ പെയ്യുന്ന മഴയും. ഹെയിൽ സ്റ്റോം എന്ന് വെച്ചാൽ മഞ്ഞ് കട്ടകളൊക്കെ വീഴുന്ന, അല്ലെങ്കിൽ ആലിപ്പഴം വീഴുന്ന മഴയാണ് നമ്മൾ ഹെയിൽ സ്റ്റോം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് ഇങ്ങനെ കറക്റ്റായിട്ട് മാച്ച് ചെയ്യാം. എ സഡൻ ഹെവി ഫോൾ ഓഫ് ഹെയിൽ സ്റ്റോൺസ്. അപ്പോൾ ഇങ്ങനെ ഐസ് കട്ടകൾ വീഴുന്ന ആ മഴ, അല്ലെങ്കിൽ ആലിപ്പഴം വീഴുന്ന മഴയെ നമ്മൾ വിളിക്കുന്നത് ഹെയിൽ സ്റ്റോം എന്നാണ്. എ വെരി ലൈറ്റ് റെയിൻ ഫോളിങ് സ്ലോലി ആൻഡ് സ്റ്റഡിലി. ഇപ്പോൾ ഒരു ലൈറ്റ് മഴയാണ് നമ്മൾ ഡ്രിസിൽ എന്ന് പറയുന്നത്.
ഹെവി ആൻഡ് ഇൻറ്റൻസ് റെയിൻഫോൾ, ശക്തമായ മഴയെ നമ്മൾ ഡൗൺഫോൾ എന്ന് പറയും. ലൈറ്റ് ഫാൾ ഓഫ് റെയിൻ വൈൽ ദ സൺ ഷൈൻസ്, അപ്പോൾ നല്ല സൂര്യൻ തിളങ്ങി നിൽക്കുന്ന സമയത്ത് തന്നെ മഴ പെയ്യുകയാണെങ്കിൽ അത് നമ്മൾ സൺ ഷവർ എന്ന് പറയും. എ സഡൻ റെയിൻ എലോങ് വിത്ത് സ്ട്രോങ് വിൻഡ്, കാറ്റും മഴയും കൂടെ ഒരുമിച്ച് വരുമ്പോൾ അത് നമ്മൾ റെയിൻ സ്റ്റോം എന്ന് പറയും. ലൈറ്റ് റെയിൻ ദാറ്റ് കംസ് ആൻഡ് ഗോസ്, ചെറിയ മഴ, ഇടയ്ക്ക് വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ചെറിയ മഴ, അതിന് നമ്മൾ ഷവേഴ്സ് എന്നും പറയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ടൈം.